ഹായ് ഫ്രണ്ട്സ്, മഴ തോരും മുമ്പേ നാളത്തെ പ്രമോയിലേക്ക് സ്വാഗതം. അങ്ങനെ വൈജയന്തിയെ കുറ്റം പറയാതെ സ്വയം കുറ്റം ഏറ്റെടുത്ത് അലീന തൻ്റെ സ്വന്തം മകളാണ്, അവളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്നെ കൊന്നിട്ടേ അലീനയെ തൊടാൻ പറ്റുള്ളൂ എന്നൊക്കെ തീർത്തു പറഞ്ഞ് തിരിച്ചു പോരുകയാണ് ബാലചന്ദ്രൻ. ശിവേട്ടനും വീട്ടിൽ വന്ന കമലയോട് അലീന ബാലചന്ദ്രന്റെ മറ്റൊരു സ്ത്രീയിലുണ്ടായ കുട്ടിയാണ് എന്ന് പറയുന്നു. ഇത് കേട്ടതും കമല മനുവിനെ വിളിച്ച് ഈ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. ബാലചന്ദ്രന്റെ അവിഹിത സന്തതിയാണ് അലീന, അതാണ് ഇത്ര ധൈര്യത്തിൽ അവളെ കൂട്ടിക്കൊണ്ടുവന്നത് എന്നൊക്കെ. ഇത് കേട്ടതും ദേഷ്യത്തോടെ മനു ബാലചന്ദ്രനെ കാണാൻ വരുന്നുണ്ട്. അലീനയെ കാണാൻ വന്നതാണല്ലേ എന്ന് വൈജയന്തിയുടെ ചോദ്യത്തിന് ആന്റി എന്താ അങ്ങനെ ചോദിച്ചത് എന്ന് മനു തിരിച്ചു ചോദിക്കുന്നു. അല്ല, നീ സാധാരണ അവളെ കാണാനല്ലേ വരുന്നത്, അതാണ് എന്ന്. അതിന് ശേഷം മനു അലീനയുടെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്, നീ ശരിക്കും അങ്കിളുടെ മകളാണോ, നിനക്ക് നിന്റെ അമ്മയെ പറ്റി വല്ലതും അറിയോ എന്ന ചോദ്യത്തിന് അലീന പറയുന്നത് എനിക്കൊന്നും അറിയില്ല, അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയൂ എന്ന്. എന്നിട്ടും മനുവിന് തൃപ്തിയാകുന്നില്ല. മനു നേരെ ബാലചന്ദ്രന്റെ അടുക്കൽ പോയി ഇതുവരെ ഉണ്ടായിരുന്ന ബഹുമാനമൊക്കെ കളഞ്ഞ് നിയന്ത്രണം വിട്ട് പറയുന്നുണ്ട്. എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞു വന്ന് ഒരു സ്ത്രീയിലെ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി ആ കുട്ടിയെ വിളിച്ചോണ്ട് വന്ന് ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുവാണോ എന്നൊക്കെ വളരെ മോശമായി സംസാരിക്കുന്നുണ്ട് ബാലചന്ദ്രനോട്. അങ്ങനെയാണ് ബാലചന്ദ്രൻ മനുവിനോട് നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നത്. ഞാനല്ല തെറ്റുകാരി, വൈജയന്തിയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ആഗ്രയിലെ എല്ലാ കഥകളും മനുവിനെ ധരിപ്പിക്കുന്നുണ്ട്. അത് കേട്ടതും മനു താൻ പറഞ്ഞു പോയ തെറ്റുകളോർത്ത് ബാലചന്ദ്രന്റെ തോളിൽ പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട്. ഇതാണ് പ്രമോ ആയി കാണിക്കുന്നത്. പ്രമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു എപ്പിസോഡിന്റെ അടിപൊളി പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.